അപ്പോൾ 25,000 ഞാൻ നിങ്ങളോട് പറഞ്ഞ 2 ബെസ്റ്റ് ഫോൺസ് ഉണ്ടെന്നാണ്. ഒന്ന് നമ്മുടെ OnePlus Nord C4 നമ്മൾ അൺബോക്സ് ചെയ്തു. പിന്നുള്ളത് മോട്ടോയുടെ Edge 50 Fusion ആണ്. അതെ, മോട്ടോ Edge 50 Fusion. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആത്മാവ് ഊറ്റിയിട്ട് കാര്യമായിട്ടൊന്ന് നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ അൺബോക്സിങ് വിത്ത് ദിസ് ആംഗിൾ. ആദ്യമേ തന്നെ നമുക്ക് കവറുണ്ട്. കൊള്ളാം കേട്ടോ, പ്ലാസ്റ്റിക് കവറാണ്, ഒരു റബ്ബർ സെറ്റപ്പ് അല്ല. ബേക്ക്. പിന്നെ നമ്മുടെ ഫോൺ 68 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജറാണ്. 68 വാട്ട്സ് കാണാമെന്ന് വിശ്വസിക്കുന്നു. ഓഫ് കോഴ്സ് സിം ഇജക്ടർ ടൂൾ. Type-C to Type-C കേബിളാണ്, അതായത് PD ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന അഡാപ്റ്ററാണ്. Type-C to Type-C ആണ്. കൊള്ളാം. അപ്പം ഇത്രയൊക്കെയാണ് ബോക്സ് കണ്ടൻസ്. ഇനി നമുക്ക് താരത്തിലേക്ക് കടക്കാം. ഫോൺ ഇതങ്ങ് തുറക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ലെതർ ബാക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഒരു പ്രത്യേക കംഫോർട്ട് കേട്ടോ, ഒന്നും പറയാനില്ല. ഇതാണ് അവരുടെ പാൻറ്റോൺ കൊളാബറേഷനിലുള്ള കളർ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാക്കിലെ ഡിസൈൻ. ഫ്രണ്ട് കേർവ്ഡ് ഡിസൈനാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഓവറോൾ അൺബോക്സിങ് ആൻഡ് സംഭവങ്ങളൊക്കെ. ഇനി ബാക്കി അറിയാമല്ലോ, ആത്മാവ് ഊറ്റിയിട്ട് നമുക്ക് ബാക്കി ചർച്ച ചെയ്യാം. അപ്പോൾ ഫൈനലി നമ്മൾ ഈ ഒരു ഫോണിൻ്റെ ആത്മാവ് ഊറ്റിയിരിക്കുകയാണ്, മോട്ടോ Edge 50 Fusion. അപ്പം ആത്മാവൂറ്റിയ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം ഓഫ് കോഴ്സ്. പിന്നെ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമേ നമുക്ക് ബിൽഡ് ആൻഡ് ഡിസൈൻ തുടങ്ങാം. ബിൽഡ് ആൻഡ് ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസൈനൊക്കെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. കൂടാതെ ഈ പാൻറ്റോൺ അതൊരു സംഭവം തന്നെയാണ്. ചെറിയൊരു സ്മെല്ല് ഈ ഒരു ഫോണിനുണ്ട്. അത് നല്ലൊരു സ്മെല്ല്, ഒരു ഫ്രേഗ്രൻസ്. അല്ലാതെ നമ്മൾ ഈ സ്പ്രേ ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ ഈ ഒരു ഫോൺ ഒരു സ്മെല്ലുണ്ട്. അത് ഈ പറഞ്ഞ ഈ ഒരു വേഗൻ ലെതറായിട്ട് ബേസ് ചെയ്താണ്. അവരുടെ ആ പാൻറ്റോൺ കൊളാബറേഷനിൽ വന്നതെന്ന് എനിക്ക് തോന്നുന്നു. നല്ലൊരു സ്മെല്ലാണ്. അപ്പം അതുപോലെ തന്നെ ഈ കളറും ഈ ഡിസൈനൊക്കെ അത്യാവശ്യം വെറൈറ്റിയാണ്. കൈ ഹോൾഡ് ചെയ്യാൻ വളരെ സുഖമാണ്. ഞാൻ ആദ്യമായിട്ടാണ് വേഗൻ ലെതർ യൂസ് ചെയ്യുന്നത്. ആ ഒരു സ്കീമിൽ പറയുകയാണ്, നല്ല രസമുണ്ട്. വെറുതെ അല്ല ഇത് ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ ഓഫ് കോഴ്സ് ഇത് കുറച്ചാൾ കഴിയുമ്പോൾ ഇതിനകത്ത് ചെളിയൊക്കെ പറ്റും, അല്ലെങ്കിൽ കുറച്ച് ഡാമേജ് ആകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ സംഭവം നല്ല ഫീലാണ്. 7.9 മില്ലിമീറ്റർ തിക്നെസ് ഈ ഒരു ഫോണുള്ളൂ. 179 ഗ്രാമാണ് ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ്. കൈ ഹോൾഡ് ചെയ്യാൻ വളരെ കംഫർട്ടബിളാണ്. അതായത് ഇൻ ഹാൻഡ് ഫീൽ ഈസ് വെരി 10 out of 10. അതാണ് ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകത. വെയിറ്റ് ആണെങ്കിൽ ഇല്ല, അതാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ പോർട്സ് ആൻഡ് ബട്ടൺസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ നമുക്ക് 2 വോളിയം റോക്കേഴ്സും ഒരു പവർ ബട്ടണും ഉണ്ട്. അവിടെ തന്നെ ഒരു നോയ്സ് ക്യാൻസലേഷൻ മൈക്കാന്ന് തോന്നുന്നു. താഴെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് Type-C പോർട്ട് ഉണ്ട്, സിം സ്ലോട്ട് ഉണ്ട്, ഹൈബ്രിഡ് ഒന്നുമില്ല. പിന്നെ മൈക്രോഫോൺ ഉണ്ട്, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സിന്റെ ഒരു സ്പീക്കർ വെന്റ് ഉണ്ട്. ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒന്നുമേ ഇല്ല. മേളിൽ നമുക്ക് ഡോൾബി അറ്റ്മോസ് എന്ന് പറഞ്ഞ് അവർ എഴുതിയിട്ടുണ്ട്. അതിന്റെ അപ്പുറത്ത് നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് ഉണ്ട്. പിന്നെ നമ്മുടെ ഇയർ പീസിലാണ് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സിന്റെ 2ാമത്തെ സ്പീക്കർ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ വോളിയം കുറവാണ്. അതായത് ലൗഡ്നെസ് അത്രയ്ക്കില്ല, പക്ഷെ ക്വാളിറ്റി കുഴപ്പമില്ല. അതാണ് എനിക്ക് തോന്നിയത്. എനിക്കൊന്ന് നോഡായിരുന്നു കുറച്ചുകൂടെ ലൗഡായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവമാണ് ഈ സ്പീക്കേഴ്സ്, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സിൻ്റെ കാര്യത്തിൽ. ഇനി നമ്മൾ ഈ ഫിംഗർ പ്രിൻ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അതായത് ഒരു ഇച്ചിരി സ്ലോ ആണ്. ഞാൻ ഇത് Note C4 എൻ്റെ ഫോണൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് സ്ലോ ആണ്. പക്ഷേ ആ ഒരു ആനിമേഷനൊക്കെ കഴിഞ്ഞ് സ്മൂത്ത് ആയിട്ടാണ് വരുന്നത്. ആക്യുറേറ്റ് ആണ്. ഫേസ് അൺലോക്ക് കുറച്ചുകൂടെ ഫാസ്റ്റ് ആണ്. കണ്ടോ, ഫേസ് അൺലോക്ക് ഫാസ്റ്റ് ആണ്. ഫിംഗർ പ്രിന്റ് ലേശം സ്ലോ ആയിട്ട് തോന്നും. ഇനി ഒരു ഫോണിന്റെ ഡിസ്പ്ലേയിലേക്ക് നോക്കിയാൽ 6.7 ഇഞ്ചിന്റെ ഒരു കർവ്ഡ് POLED ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. 144 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഉണ്ട്. കിടിലൻ ഡിസ്പ്ലേ. ഡിസ്പ്ലേയുടെ പോയിന്റ് ഓഫ് വ്യൂ ഇത് 10 out of 10 ഇപ്പോൾ നിൽക്കുന്നത്. പിന്നെ ഓഫ് കോഴ്സ് IP68 റേറ്റിംഗ് ഉണ്ട്. ഞാൻ പറയാൻ വിട്ടുപോയി. IP68 അതായത് വെള്ളത്തിൽ മുക്കി വെക്കാം അരമണിക്കൂർ. അതും ഒരു പരിധി ഉണ്ട് കേട്ടോ. അപ്പം സംഭവം വാട്ടർ റെസിസ്റ്റൻസ് ഫോണാണ്. IP69 പോലത്തെ സെറ്റപ്പ് അല്ല കേട്ടോ. പിന്നെ Gorilla Glass 5ന്റെ ഫ്രണ്ടിൽ സപ്പോർട്ടൊക്കെ ഉണ്ട്. നൈസ്, കൊള്ളാം. 1600 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്. അതായത് സ്ക്രീൻ വിസിബിലിറ്റി നൈസാണ്. നിങ്ങൾ വെയിലത്ത് പോയി യൂസ് ചെയ്യാൻ ഈ ഒരു ഫോൺ നല്ലതായിട്ട് ബ്രൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കാണാം. ഒരു വിഷയമില്ല. നല്ല കിടിലൻ ബ്രൈറ്റ് ആണ്. നല്ല ക്രിസ്പാണ്. അതായത് സിനിമയൊക്കെ കാണാൻ വേറെ ലെവലാണ് ഈ ഒരു ഫോൺ. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. നമ്മൾ നോട്ടൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും എൻ്റെ ഫോൺ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നി ഈ ഡിസ്പ്ലേ. പിന്നെ കേർവ്ഡ് ആണ്, താഴെ വിടാൻ പൊട്ടും, സൂക്ഷിക്കുക. പക്ഷേ ആ ഒരു കേർവ്ഡിൻ്റെ ഫീലുണ്ട്. കുറേ പേർക്ക് കേർവ്ഡ് ആഗ്രഹമുള്ള സംഭവം ശരിയാണ്. നല്ല കിടിലൻ ഡിസ്പ്ലേ ആണ്, സൂക്ഷിക്കണം, അത്രേ ഉള്ളൂ.
പിന്നെ 144 ഹെർട്സ് റിഫ്രഷ് റേറ്റിന് ഇംപ്ലിമെന്റേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഓട്ടോ മോഡ് ഉണ്ട്, 60 ഹെർട്സ് ഉണ്ട്, 120 ഹെർട്സ് ഉണ്ട്, 144 ഹെർട്സ് ഉണ്ട്. ഓട്ടോ മോഡ് ഞാൻ യൂസ് ചെയ്ത് കുറെ കഴിയുമ്പോൾ എനിക്ക് ചില സ്ഥലത്തൊക്കെ ചെറിയ സ്റ്റട്ടറൊക്കെ ഫേസ് ചെയ്തു. അത് ഒപ്റ്റിമൈസേഷൻ ഇഷ്യൂ ആണ്. അത് ചില സമയത്ത് ഒരു ഇപ്പം നമ്മൾ സെറ്റിംഗ്സിൽ പോയി ചുമ്മാ ജസ്റ്റ് ഒന്ന് തിരിച്ചു വരുമ്പോൾ തന്നെ ചിലപ്പോൾ ചെറിയൊരു സംഭവം വരും, ചെറിയൊരു സ്റ്റട്ടർ. അപ്പം ഇത് മനസ്സിലാക്കി ഞാൻ 144 ഹെർട്സിൽ യൂസ് ചെയ്ത് നോക്കി, നല്ല സ്മൂത്ത് ആണ്. 120 ഹെർട്സ് സ്മൂത്ത് ആണ്. ആ പറഞ്ഞ ഹെർട്സിൽ ഒരു വിഷയമില്ല. പിന്നെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് 120 ഹെർട്സ് ആണ്. കാരണം 144 ഹെർട്സിനും ബാറ്ററി കൺസംപ്ഷൻ കൂടുതലാണ്. അപ്പോൾ അതൊക്കെ വെച്ച് നമുക്ക് ഒരു ബാലൻസ് എന്ന് പറഞ്ഞാൽ 120 ഹെർട്സ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോ മോഡിൽ യൂസ് ചെയ്താൽ അത്ര നല്ല. ഓട്ടോ മോഡിൽ യൂസ് ചെയ്താൽ ഇച്ചിരി കൂടുതൽ ബാറ്ററി കിട്ടും. 120 ഹെർട്സ് എന്ന് പറയുമ്പോൾ ഇച്ചിരി കുറയും, 144 ഹെർട്സ് എന്ന് ഇച്ചിരി കൂടെ കുറയും. അതാണ് സ്ക്രീൻ റിഫ്രഷിന്റെ ഒരു കാര്യത്തിലുള്ള സംഭവം. അപ്പം ഓവറോൾ കുഴപ്പമില്ല. ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 10/10, ബിൽഡ് ആൻഡ് ഡിസൈനും 10/10 ആണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. അടുത്തത് നമുക്ക് ഈ ഒരു ഫോണിന്റെ ചിപ്സെറ്റിലേക്ക് കടക്കാം. Qualcomm Snapdragon 7s Gen 2 ചിപ്സെറ്റാണ്. 7s Gen 2 അടിപൊളിയാണ്, ഒരു വിഷയമില്ല. അതായത് നല്ല രീതിയിൽ തന്നെയാണ് ഒപ്റ്റിമൈസ് ചെയ്തേക്കുന്നത്. ഈ ഒരു ഫോണിന്റെ പെർഫോമൻസ് വെച്ച് എനിക്ക് ഒരു പരാതിയും ഇതുവരെയും തോന്നിയിട്ടില്ല. വളരെ സ്മൂത്തായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ആനിമേഷൻസ് ഒക്കെ ചുമ്മാ പൊളിയാണ് കേട്ടോ. മോട്ടോയുടെ ആനിമേഷൻ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു. ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ള, അതായത് നമ്മൾ ഒരു ആപ്പ് ഏത് സൈഡിലോട്ട് വെച്ചാണ് ഓപ്പൺ ആക്കുന്നത് ആ ഒരു സൈഡിലോട്ട് തന്നെ അതിരിച്ച് കയറുന്ന ഒരു ടൈപ്പ് ആനിമേഷൻ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഒരു വിഷയമില്ല, പടപടപടാ എന്നാണ് കാര്യങ്ങൾ പോകുന്നത്. ആൻഡ്രോയിഡ് സ്കോർ നോക്കിക്കഴിഞ്ഞാൽ 5,81,729 ആണ്. ഗീക്ബെഞ്ച് സ്കോർ നോക്കിക്കഴിഞ്ഞാൽ 1015 ആണ് സിംഗിൾ കോർ സ്കോറും, 2930 ആണ് മൾട്ടി കോർ സ്കോറും. അത്യാവശ്യം നല്ലൊരു സ്കോറാണ്. ഇനി CPU ത്രോട്ടിലിൻ്റെ കാര്യം പറഞ്ഞാൽ കുറച്ച് വിയേർഡ് റിസൾട്ട്സ് ആണ്. 30 മിനിറ്റ് ഞാൻ ഈ ഒരു ഫോൺ ടെസ്റ്റിന് ഇട്ടപ്പോൾ 74% സ്റ്റെബിലിറ്റിയാണ് എനിക്ക് കിട്ടിയത്. 74% ഓഫ് ദ CPU ത്രോട്ടിൽ ചെയ്യുന്നു. പക്ഷേ അത് കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഒരു 15 മിനിറ്റ്സിന് ചെയ്തപ്പോൾ എനിക്ക് 67% ആണ് ത്രോട്ടിലിംഗ് പെർഫോമൻസ് ചെയ്തത്. അത് കുറഞ്ഞു, ശരിക്കും റെഡ് ഗ്രാഫ് വന്നു. ഞാൻ ഇങ്ങനെ അതിശയിച്ചു പോയി. അത് കഴിഞ്ഞ് ഞാൻ കുറച്ചുകൂടെ ഫോൺ തണുത്ത് കുറേ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ടെസ്റ്റ് നടത്തി, 15 മിനിറ്റ്സിന് ടെസ്റ്റ് നടത്തിയപ്പോൾ 90% സ്റ്റെബിലിറ്റി കിട്ടി. അതായത് ഒരു വിയേർഡായിട്ടുള്ള സ്റ്റെബിലിറ്റി സംഭവമാണ്. അപ്പം ആ ഒരു ആപ്പിന് നമ്മളങ്ങനെ എല്ലാ വീട്ടിലും നമ്മൾ ടെസ്റ്റ് ചെയ്യാറുണ്ട്. അതൊരു CPU ഓവറോൾ ഒരു സംഭവം പറയും. പക്ഷേ അതിൻ്റെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 30 മിനിറ്റ്സ് 74ഉം മറ്റേ 90 കിട്ടിയ സ്ഥിതിക്ക് പേഴ്സണലി പെർഫോമൻസ് പ്രശ്നമൊന്നുമില്ല. പിന്നെ ആ ഒരു റിസൾട്ട്സ് ഒക്കെ വെച്ച് ഇറ്റ്സ് ഓക്കെ, ഒരു ഗുഡ് അല്ലേ പറയാം. ഗുഡ് എന്നല്ല, ഒരു ഓക്കെ, ഫൈൻ, ഡീസൻറ്റ് എന്നൊക്കെ പറയാം. പിന്നെ ആ 90% എന്ന് വെച്ചാൽ അടിപൊളിയാണ്, അത് നല്ല സ്റ്റെബിലിറ്റിയാണ്. അപ്പം ഇത് സ്റ്റെബിലിറ്റി ഇത് എങ്ങനെയാണ് ഇവർ അറേഞ്ച് ചെയ്തേക്കുന്നത് എനിക്കറിയത്തില്ല. അപ്പം ഈ സ്റ്റേബിളായിട്ട് തന്നെ ആ 15 മിനിറ്റ് പോവുകയും ചെയ്ത് മറ്റേ സമയത്ത് എന്തുകൊണ്ട് അത് 67 വന്നെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. മേ ബി ആ ഒരു ഹീറ്റിൻ്റെ ഒക്കെ ഒരു സംവിധാനം, നമ്മൾ ഫോൺ ഹീറ്റ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഫോൺ ത്രോട്ടിൽ ചെയ്യണം, അതാണ് അതിൻ്റെ ഒരു തിയറി. അപ്പം അത് കൺട്രോൾ ചെയ്യുന്ന രീതിയാണ് മെയിൻ, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കുന്നത്. അപ്പം ത്രോട്ടിലിംഗ് പെർഫോമൻസും കുഴപ്പമില്ല. ഈ 90% ആണെങ്കിൽ നോർമൽ യൂസറിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമില്ല. നോർമൽ യൂസറാണ്, നിങ്ങളൊന്നും വറിയേ ചെയ്യേണ്ട, ഒരു വിഷയമില്ല. അതാണ്. ഇനി ഗെയിമിങ്ങിലേക്ക് നോക്കിയാൽ നമുക്ക് BGMI ഉണ്ട്, BGMI ഗ്രാഫിക്സ് സെറ്റിങ്സ് ഉണ്ട്. അൾട്രാ HD വേണമെങ്കിൽ അൾട്രാ ഫ്രെയിം റേറ്റ്സ് നിങ്ങൾക്ക് കളിക്കാം. ഞാൻ കളിച്ചു നോക്കി, വലിയ കുഴപ്പമില്ല. 40 FPS അത്യാവശ്യം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സ്മൂത്ത് എക്സ്ട്രീമും കിട്ടും, HDR എക്സ്ട്രീം വരെ കിട്ടും. സ്മൂത്ത് ഗെയിം പ്ലേ. പക്ഷേ ഗെയിമിംഗ് ഫോണൊന്നും അല്ലത്. ഇതിൽ നിങ്ങൾക്ക് ക്യാഷ്വലായിട്ട് ഗെയിം കളിക്കാം. BGMI ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ സുഖമായിട്ട് കളിക്കാം, അത്രേ ഉള്ളൂ. അല്ല ഗെയിമിംഗ് ഫോണല്ല. അപ്പം അൾട്രാ ഗെയിമേഴ്സിന് വേണ്ടി ഒന്നും റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം ആ ഒരു ടാർഗറ്റ് കാറ്റഗറി അല്ല ഇത്, അതാണ്. പക്ഷേ ഗെയിം നിങ്ങൾക്ക് കളിക്കാം, സ്മൂത്താണ്. ഈവൻ ഈ പറഞ്ഞ അൾട്രാ HDR ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ ഹീറ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ സാധാ രീതിയിലുള്ള വാമാകും ഫോൺ. അതായത് നിങ്ങൾ കുറേ നേരം ഗെയിം കളിക്കുമ്പം അത്യാവശ്യം ചെറിയൊരു വാംനെസ് ഫീൽ ചെയ്യാം, ചെറിയൊരു ഹീറ്റ് ഫീൽ ചെയ്യാം. അല്ല ഓവർ ഹീറ്റിംഗ് ആയിട്ടൊന്നും പേഴ്സണലി ഞാൻ ഫേസ് ചെയ്തില്ല. അടുത്താണ് നമുക്ക് ഈ ഒരു ഫോണിന്റെ ക്യാമറ കാറ്റഗറിയിൽ കിടക്കാം. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഗ്രേറ്റസ്റ്റ് ഓഫ് ദ പ്രൈസ് എന്ന് പറയുന്നത്. അത്രയ്ക്കും ഹൈപ്പാണ് ഈ ഒരു ഫോണിന്റെ ക്യാമറ. 50 മെഗാപിക്സൽ പ്രൈമറി ക്യാമറയും 13 മെഗാപിക്സൽ അൾട്രയും. അതെ, കുറെ തൊട്ടി കമ്പനികൾ 8 മെഗാപിക്സലാണ് വരുന്നത്, അവിടെ 13 തന്ന് ഇവരൊരു മാതൃകയായിരിക്കുകയാണ്. ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ സത്യം ഹൈപ്പിനൊത്ത രീതിയിലുണ്ട്, കൊള്ളാം, അടിപൊളിയാണ്. അപ്പോൾ ഷോർട്സിനെയൊക്കെ പറ്റി പറയുമ്പോൾ ലാൻഡ്സ്കേപ്പ് മോഡ്, അതായത് ഡേ ലൈറ്റിൽ ലാൻഡ്സ്കേപ്പ് ഫോട്ടോസ് ഒരു രക്ഷയില്ല, എല്ലാം അടിപൊളി. സ്കൈ പറഞ്ഞ പോലെ മെയിൻറ്റെയിൻ ചെയ്യാനും ഫോട്ടോയുടെ ക്വാളിറ്റി ഷാർപ്നെസ് എല്ലാം അടിപൊളിയാണ്. ഇപ്പോൾ പ്രൈമറി ഫോട്ടോ അടിപൊളിയാണ്. അൾട്രാവൈഡ് എന്ന് പറയുമ്പോഴും അടിപൊളിയാണ്. അതായത് 13 മെഗാപിക്സൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന ബെസ്റ്റ് അൾട്രാവൈഡ് ഇതിൻ്റെ ആയിരിക്കും. പിന്നെ കളർ ഷിഫ്റ്റ് ഉണ്ടോയെന്ന് വെച്ചാൽ അൾട്രാവൈഡ് കുറച്ച് കൂളർ സൈഡും പ്രൈമറി 50 മെഗാപിക്സൽ കുറച്ചുകൂടെ വാമർ സൈഡാണ്, അത്രേ ഉള്ളൂ വ്യത്യാസം. അല്ലാതെ മേജർ കളർ വ്യത്യാസമൊന്നുമില്ല. പിന്നെ അത്ര ഗ്രീൻ പോപ്പപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല കേട്ടോ. നാച്ചുറൽ ടോണാണ്. പിന്നെ ഇവിടെ ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഗ്രീൻ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു മോഡുണ്ട്. ഞാൻ പേഴ്സണലി നാച്ചുറൽ മോഡ് ഇട്ടാണ് നോക്കിയത്. അപ്പം
പ്രൈമറി ഉണ്ട്, അൾട്രാ വൈഡ് ഞാൻ കാണിക്കാം. അതിൻ്റെ കൂടെ തന്നെ 50 മെഗാ പിക്സൽ അൾട്രാ റെസ് മോഡ് എന്നാണ് വരുന്നത്. 50 മെഗാ പിക്സലൊക്കെ കിടിലൻ ഡീറ്റെയിലിംഗ് ആണ്. എന്തായാലും ഇതിൻ്റെ ക്യാമറ അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് സ്കൈ മെയിൻറ്റെയിൻ ചെയ്യാനും ഡൈനാമിക് റേഞ്ചിൻ്റെ കാര്യത്തിൽ ഒരു വിഷയമില്ല. കൂടാതെ തന്നെ ഇപ്പം പോർട്രേറ്റ് ഫോട്ടോസ് നോക്കിക്കഴിഞ്ഞാൽ പോർട്രേറ്റ് നൈസാണ്. അതിപ്പം മാക്രോ ഫോട്ടോസിൽ ഈ പറഞ്ഞ സെൻസറിൽ എടുക്കുന്ന അടിപൊളിയാണ്. അതായത് അൾട്രാ വൈഡ് ശരിക്കും അടുത്ത് ചെല്ലാൻ പറ്റും ഒരു ഒബ്ജക്റ്റിന്. ശരിക്കും നമുക്ക് അതിന്റെ ക്ലോസസ്റ്റ് പോയിട്ടൊരു ഫോട്ടോ എടുക്കാൻ പറ്റും. കിടിലൻ ക്വാളിറ്റി. അത് പ്രോസസ് ചെയ്ത് കഴിഞ്ഞ് ക്വാളിറ്റി. ഞാൻ പറഞ്ഞ നോഡിന്റെ സംഭവം പറഞ്ഞ പോലെ ഈ ഒരു ഫോൺ വ്യൂ ഫൈൻഡറെ ചിലപ്പോൾ പൊട്ട ഫോട്ടോ ആയിരിക്കും. എടുത്തു കഴിയുമ്പോൾ ഇവരുടെ ഒരു പ്രോസസ്സിങ് കഴിയുമ്പോൾ അത് അങ്ങോട്ട് മാറും, ലെവല് മാറി ഒരു ഫോട്ടോ ആകും. അത് നല്ലതാണ്. ഇനി പ്രൈമറി ക്യാമറ വെച്ച് എടുക്കുന്ന പോർട്രേറ്റ് ആണെങ്കിലും അത്യാവശ്യം നൈസാണ്. പിന്നെയും കുറച്ച് ലാൻഡ്സ്കേപ്പ് ഫോട്ടോസ് ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ നോർമൽ, അൾട്രാ വൈഡ്, 50 മെഗാ പിക്സൽ എല്ലാം അടിപൊളിയാണ്. ചെറിയൊരു ഈ പറഞ്ഞ അൾട്രാ വൈഡ് ആണ് ഞാൻ പറഞ്ഞത്, ചെറിയൊരു കളർ ഷിഫ്റ്റ് അല്ലാതെ പേഴ്സണലി എനിക്കൊരു വിഷയം തോന്നുന്നില്ല. കളേഴ്സ് ഒക്കെ നല്ല രീതിയിൽ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് നാച്ചുറൽ ആയിട്ടുള്ള കളർ സ്കീമിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പറഞ്ഞ അൾട്രാ വൈഡ് വേണമെങ്കിൽ ചെറിയ നെഗറ്റീവ് ഉണ്ട്, ഇച്ചിരി കളർ ഓഫ് ആയിരിക്കും. അതായത് ഇപ്പം കറക്റ്റ് ചുമല കാണിക്കുന്ന ചുമലയിൽ ഇച്ചിരി ഒന്ന് ഡള്ളാക്കി കാണിക്കുന്നത് അത്ര ഒരു ചില സ്ഥലത്ത്. അതും ഹിറ്റ് ആൻഡ് മിസ്. ചില സമയം ഒട്ടുമിക്ക സമയം നല്ലതാണെങ്കിൽ ചില സമയത്ത് ഒരു 2-3 ഇങ്ങനെ പാളിയെന്ന് വരാം. അല്ലാതെ പോർട്രേറ്റ് ഫോട്ടോസും എല്ലാം നൈസായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ചില ഫോട്ടോസൊക്കെ ഉണ്ട് ഞാൻ മാക്രോ സെൻസർ വെച്ചെടുത്ത് കിടിലൻ ഫോട്ടോയാണ്. ഇനി ക്ലോസസ്റ്റ് ആയിട്ട് നമ്മളുള്ള ഒരു ഒബ്ജക്റ്റിനെ എടുത്താലും നല്ല ഡീറ്റെയിലിംഗ്, നല്ല പെർഫെക്റ്റ് ഡീറ്റെയിലിംഗ് കിട്ടും. അത് ഒന്നും പറയില്ല. അപ്പം ക്യാമറയുടെ കാര്യത്തിൽ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ലാൻഡ്സ്കേപ്പും ഡേ ലൈറ്റ് കണ്ടീഷനുള്ള എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ നമ്മൾ ഹ്യൂമൻ സബ്ജക്ട്സിലേക്ക് വരുവാണെങ്കിൽ സ്കിൻ ടോൺ ഒക്കെ ആക്യുറേറ്റ് ആണ്. എനിക്ക് തോന്നുന്നു OnePlus കുറച്ചുകൂടെ സ്കിൻ ടോൺ എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നി. പോർട്രേറ്റ് ഒന്നും പറയാനില്ല. പോർട്രേറ്റ് ആണ് ഈ ഒരു ഫോണിൻ്റെ മെയിൻ. ഇവർ 3 mm അതായത് 24 mm ഉണ്ട്, 35 mm ഉണ്ട്, 50 mm ഉണ്ട്. 50 mm ഇതൊക്കെ മറ്റേ ഡിജിറ്റൽ സൂം ആണെങ്കിലും 50 mm നിങ്ങൾ ഈ ഒരു ഫോൺ എടുത്തിട്ട് ഒരു ഫോട്ടോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അത് 3x സൂമാണ്. പക്ഷേ കിടില ക്വാളിറ്റിയാണ്. എനിക്കത് സത്യം പറഞ്ഞാൽ അതിശയം വന്നു. കാരണം സാധാരണ രീതിയിൽ നമുക്ക് നോർമലാണ് ഏറ്റവും മാക്സിമം കിട്ടും. പക്ഷേ ഇത് സൂം ചെയ്തിട്ടുള്ള ആ പോർട്രേറ്റ് ഫോട്ടോ ഒക്കെ കിടിലാണ്. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. എഡ്ജ് ഡിറ്റക്ഷൻ്റെ ഒക്കെ ഓൺ പോയിന്റ് ആണ്. അതായത് 24 mm 35 mm ആണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അതായത് നല്ലൊരു ബാലൻസ് ആണ്. പോർട്രേറ്റ് കിങ് എന്ന് വേണം പറയാൻ കേട്ടോ. പോർട്രേറ്റ് ഫോട്ടോസ് ഒരു രക്ഷയില്ല. ഇവൻ നോർമൽ സെൻസറിൽ നമുക്ക് ഞാൻ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വളരെ പക്കായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, സ്കിൻ ടോൺ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, വെളുപ്പിക്കലോ അങ്ങനെ ഒരു സംവിധാനമൊന്നുമില്ല. പോർട്രേറ്റ് ഒക്കെ അടിപൊളിയാണ്. നല്ല കിടിലൻ എഡ്ജ് ഡിറ്റക്ഷനും 50 mm 35 mm എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. നല്ല കിടിലൻ ഫോട്ടോസ് നിങ്ങൾക്ക് ഇത് വെച്ച് എടുക്കാൻ പറ്റും. കളേഴ്സ് ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം പോർട്രേറ്റ് വേണമെങ്കിൽ ചിലതൊക്കെ ചെറിയ രീതിയിൽ ബൂസ്റ്റ് ചെയ്ത കളേഴ്സൊക്കെ വരാം. ചെറിയ ഗ്രീനൊക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്യായിരിക്കും ചില ഫോട്ടോസിൽ. അതായത് വെളിച്ചം വെച്ചാണ് അത്. ചിലയിടത്ത് അത് ഇപ്പോൾ നല്ല വെളിച്ചം ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് പോർട്രേറ്റ് ഒക്കെ വളരെ കിടിലനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ഇനി സെൽഫി ക്യാമറയിലേക്ക് വരുവാണ്. സെൽഫി ക്യാമറ നൈസാണ്. സ്കിൻ ടോൺ റെയറിന് അത്രയും വരുന്നില്ലെങ്കിലും അത്യാവശ്യം സ്കിൻ ടോണും സെൽഫി ക്യാമറ അത്യാവശ്യം നന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സെൽഫി ക്യാമറ വലിയ കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ല ഫോട്ടോസ് കിട്ടും. പിന്നെ 32 മെഗാ പിക്സൽ സെൻസറാണ്. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതാണ് സ്കിൻ ടോൺ ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം നൈസാണ്. പിന്നെ അതിൻ്റെ കളേഴ്സ് ഇച്ചിരി കുറച്ച് ഡള്ളായിട്ട് എനിക്ക് തോന്നി. ഇനിയിപ്പോൾ അവർ ഡള്ളാക്കിയതാണോ എന്ന് എനിക്കറിയില്ല. മീൻസ് സെൽഫി ക്യാമറ അല്ലാതെ എനിക്ക് വേറെ പ്രശ്നമൊന്നും തോന്നിയില്ല. ഇനി നൈറ്റ് ഫോട്ടോസിലേക്ക് വരുവാണെങ്കിൽ അത്യാവശ്യം നല്ല നൈറ്റ് ഫോട്ടോസാണ് ഇതിനകത്ത് കിട്ടുന്നത്. അതായത് ലൈറ്റ് നല്ലതായിട്ട് കടത്തി വിടുന്നതുകൊണ്ട് തന്നെ ഒരു ഗുഡ് സെറ്റപ്പിലുള്ള ഫോട്ടോസ് കിട്ടും ലോ ലൈറ്റിൽ. അതിപ്പോൾ നിങ്ങൾ ആൾക്കാരുടെ എടുത്താലും സ്കൈയുടെ എടുത്താലും ഈ പറഞ്ഞ എന്തെങ്കിലും ഒരു ഷോപ്പിൻ്റെ ഫോട്ടോസ് മീൻസ് ലാൻഡ്സ്കേപ്പ് ആയിട്ടുള്ള റോഡ് സൈഡിൽ അങ്ങനെ എന്തെടുത്തെന്ന് പറഞ്ഞാൽ നല്ല പക്ക ക്വാളിറ്റി കിട്ടും. അതായത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് അതാണ്. ഇനി വീഡിയോ ക്വാളിറ്റിയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് 4K 2 വശത്തുമുണ്ട്. ഫ്രണ്ടിലും 4K ബാക്കിലും 4K എടുക്കാം. സോ ഇതാണ് നമ്മുടെ മോട്ടോ എഡ്ജ് 50 ഫ്യൂഷനകത്തുള്ള റെയർ വീഡിയോ ഫുട്ടേജ് 4Kയിലാണ്. ആൻഡ് ദ ഫുട്ടേജ് ഈസ് അടിപൊളി. സ്റ്റെബിലൈസേഷനും ഉണ്ട്. ഓടിക്കഴിഞ്ഞാൽ നമുക്ക് OISൻ്റെ സ്റ്റെബിലൈസേഷൻ കിട്ടും. സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല സ്റ്റേബിളാണ്. ഇപ്പം അത്യാവശ്യം നന്നായിട്ട് ഓടിയാലും നമുക്ക് സ്റ്റേബിളായിട്ടുള്ള വീഡിയോ കിട്ടുന്നുണ്ട്. ഈവൻ സ്കൈ മെയിൻറ്റെയിൻ ചെയ്യാനും നൈസാണ്. ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി സെൽഫി ക്യാമറയുടെ നോക്കിക്കഴിഞ്ഞാൽ സോ ഇതാണ് നമ്മുടെ മോട്ടോ എഡ്ജ് 50 ഫ്യൂഷനിലുള്ള സെൽഫി വീഡിയോ റെക്കോർഡിംഗ്. 4Kയിലാണ്. സ്റ്റെബിലൈസേഷൻ ഉണ്ട്. അത്യാവശ്യം ഓടിയാലും നല്ല സ്റ്റേബിളാണ് ഫുട്ടേജ്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി. അപ്പോൾ വീഡിയോ ക്വാളിറ്റി ഇങ്ങനെയാണ്. ക്വാളിറ്റി നല്ലതാണ്, സ്റ്റെബിലൈസേഷൻ നല്ലതാണ്. സെൽഫി ക്യാമറ അത്യാവശ്യം നല്ല ലൈറ്റ് ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നല്ല പക്കായിട്ട് അതിന് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ചില സമയത്ത് ബാക്ക്ഗ്രൗണ്ട് മെയിൻറ്റെയിൻ ഇച്ചിരി പുറകോട്ടാണെങ്കിലും ഓവറോൾ ക്വാളിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് വീഡിയോ ക്വാളിറ്റിയും അത്യാവശ്യം നൈസാണ്. അപ്പോൾ ഓവറോൾ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ OnePlus Nord C4 തൊട്ട് അങ്ങനെ ആകാശം ഭൂമി ഡിഫറൻസ് ഒന്നുമില്ല.
പൊടിക്ക് മേളിലാണ് ഈ ഒരു ഫോണിൻ്റെ ക്യാമറ. അതെനിക്ക് ഈ ഒരു കമ്പാരിസൺ രീതിയിൽ പറയുകയാണെങ്കിൽ അങ്ങനെ പറയാം, ഒരു പൊടിക്ക് മേളിലായിരിക്കും, അത്രേ ഉള്ളൂ. കാരണം മറ്റേതും എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞില്ല, ചെറിയ സ്കിൻ ടോണിലൊക്കെ കുറച്ചുകൂടെ ഒരു ബെറ്റർമെന്റ് ഇതിനുണ്ട്, പിന്നെ എഡ്ജ് ഡിറ്റക്ഷൻ ഒക്കെ കുറച്ചുകൂടെ ബെറ്റർ. പക്ഷേ ലാൻഡ്സ്കേപ്പ് ഒക്കെ സിമിലർ ആണ് ഈ രണ്ട് ഫോൺ, അതാണ് വളരെ സിമിലർ ആണ്, പക്ഷെ കുറച്ച് ഇച്ചിരി മുന്നിട്ട് നിൽക്കും. പിന്നെ ആ അൾട്രാവൈഡിന്റെ ഒരു അഡ്വാൻറ്റേജ് ഞാൻ പറയാതിരിക്കാൻ മേല, 13 മെഗാ പിക്സൽ അൾട്രാവൈഡ് അവർ അടിപൊളിയാക്കിയിട്ടുണ്ട്. ആ ഒരു മെഗാ പിക്സൽ വേണം മിനിമം. അപ്പൊ ആ ഒരു സംഭവം ഇവർ തരുന്നതുകൊണ്ട് തന്നെ നല്ല ക്യാമറ ക്വാളിറ്റി കിട്ടുന്നുണ്ട്. അടുത്താണ് നമുക്ക് ഈ ഒരു ഫോണിന്റെ സോഫ്റ്റ്വെയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മോട്ടോയുടെ തന്നെ ഹെലോ UI ആണ്. അതെ, ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ. Android 14 ആണ്, പിന്നെ ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് ഈ പറഞ്ഞ ഹോം സ്ക്രീനിൽ തന്നെ ഇവർ കുറേ പേഴ്സണലൈസ് എന്ന് പറഞ്ഞ കുറേ ഫീച്ചേഴ്സ് തന്നിട്ടുണ്ട്. ഐക്കൺസിൻ്റെ പറഞ്ഞാൽ മോഡിഫിക്കേഷൻസ്, തീംസ് ഇടാൻ പറ്റും. കുറേ സമയം വെച്ചുള്ള വാൾപേപ്പേഴ്സ് വരെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് വളരെ ഇമ്പ്രൂവ് ആയി മോട്ടോ. ഈ പറഞ്ഞ ഇമ്പ്രൂവ് ആയെന്നല്ല, മോട്ടോ നല്ല സാധനത്തെ കുറച്ചുകൂടെ ബെറ്റർ ആക്കി, അങ്ങനെ പറയുന്നതായിരിക്കും നല്ല. പിന്നെ ബ്ലോട്ട് വൈസ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നെറ്റ്ഫ്ലിക്സും ഫേസ്ബുക്കാണ് ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നെ ഓഫ് കോഴ്സ് ഗൂഗിളിലെ എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട്. കൂടാതെ തന്നെ മോട്ടോയുടെ കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അവരുടെ ഒരു 11 ആപ്ലിക്കേഷൻസ് ഉണ്ട്, അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള 15 എണ്ണം. ബാക്കി എക്സ്ട്രാ ആയിട്ട് ഈ പറഞ്ഞ നെറ്റ്ഫ്ലിക്സും ഫേസ്ബുക്കും മാത്രമേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ വേറെ വിഷയമൊന്നും. സോഫ്റ്റ്വെയർ ഈസ് ക്ലീൻ, വെരി അടിപൊളി സോഫ്റ്റ്വെയർ ആണ്. ഒരു വിഷയം ഞാൻ പറഞ്ഞില്ല, എനിക്ക് പേഴ്സണലി ആനിമേഷൻസ് ഒക്കെ ശരിക്കും ഇഷ്ടപ്പെട്ടു. ബഗ്സ് ഞാൻ അങ്ങനെ ഫേസ് ചെയ്തിട്ടില്ല. പിന്നെ കൺട്രോൾ സെന്റർ നിങ്ങൾക്ക് ഐഫോണിന്റെ രീതിയിൽ അല്ലെങ്കിൽ നോർമലാക്കാം. എനിക്ക് നോർമലാണ് ഇഷ്ടം, അതായത് ഇട്ടത്. ഐഫോണിൻ്റെ രീതി വേണമെങ്കിൽ അതാക്കാം. അതായത് ഫീച്ചർ റിച്ചും ആണ്, എല്ലാ സെറ്റപ്പും ഉണ്ട്. അതായത് ഹെലോ UI, മോട്ടോയുടെ ഈ പറഞ്ഞ UI നൈസാണ്, അതാണ് ഞാൻ മൊത്തത്തിൽ പറയാൻ ഉദ്ദേശിച്ചത്. പിന്നെ സെൻസേഴ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സെൻസേഴ്സും ഉണ്ട്. പിന്നെ വൈഡ് ബൈൻ L1 സപ്പോർട്ടും ഉണ്ട്. ഫൈനലി ഈ ഒരു ഫോണിന്റെ ബാറ്ററി നോക്കിക്കഴിഞ്ഞാൽ 5000 mAh ബാറ്ററിയും 68 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജറാണ്. ബാറ്ററി കൊള്ളാം കേട്ടോ, എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ബാറ്ററി കൊള്ളാം. ചാർജിങ് ടൈം നോക്കിക്കഴിഞ്ഞാൽ ഞാനൊരു 22% 100% ആക്കിയത് 44 മിനിറ്റ് കൊണ്ടാണ്. അപ്പം ഫാസ്റ്റ് ചാർജിങ് ഈസ് ഗുഡ്. അതായത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ 0 എന്നൊക്കെയാണ് ഒരു 50 അല്ലെ 1 മണിക്കൂറൊക്കെ എടുക്കും. കൂടാതെ തന്നെ ബൂസ്റ്റ് കുറഞ്ഞ ചാർജിങ് കൊണ്ട് 1.5 മണിക്കൂറൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ചാർജ് ആക്കാം. എന്തായാലും ഫാസ്റ്റ് ചാർജിങ് കൊള്ളാം, ഒരു 50-55 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ആവാം. പിന്നെ ബാറ്ററിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ബാറ്ററി ഒപ്റ്റിമൈസ് ചെയ്തേക്കുന്നത്, നല്ല പക്കാ രീതിയിലാണ്. ബാറ്ററി നിങ്ങൾക്ക് സുഖമായിട്ട് എങ്ങനെ പോലും ഒരു 8 മണിക്കൂറൊക്കെ സുഖമായിട്ട് കിട്ടും. അതായത് സുഖമായിട്ട് കിട്ടും. ഇനി കുറച്ചുകൂടെ ടാസ്ക് ഒക്കെ ചെയ്താൽ തന്നെ ഒരു 7.5 മണിക്കൂർ കിട്ടും. കുറച്ചുകൂടെ നോർമൽ യൂസറൊക്കെ ആണെങ്കിൽ 8-9 മണിക്കൂറൊക്കെ സുഖമായിട്ടിരിക്കും. അതായത് ബാറ്ററിയുടെ കാര്യത്തിലും ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് ഫോണാണ്. OnePlusന്റെ ബാറ്ററി എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. അതേപോലെ തന്നെ ഇതിന്റെ ബാറ്ററിയും കൊള്ളാം. ഈ പറഞ്ഞ ഇത്രയും സ്ലിം ആക്കി 5000 mAh ഇവർ തന്നിട്ടുണ്ട്. നല്ല രീതിയിൽ സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ട് നല്ലൊരു അഡ്വാൻറ്റേജ് ഉണ്ട് ബാറ്ററിയുടെ കാര്യത്തിൽ. അപ്പോൾ ബാറ്ററി ബാക്കപ്പും പക്കായാണ്. ഫൈനലി പ്രൈസിലേക്ക് വന്ന ഈ ഒരു ഫോണിന്റെ വില 8GB 128GB പ്രൈസ് എന്ന് പറഞ്ഞാൽ 23,000 ആണ്. ഇനി കൺക്ലൂഷനിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല, ജസ്റ്റ് ബൈ ദിസ്. അടിപൊളി ഫോണാണ്, അത്രേ ഉള്ളൂ. OnePlus നോഡിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ അടിപൊളി ഫോണാണ് ഇതും. അതായത് ഈ പറഞ്ഞ രണ്ട് ഫോണും ഫൈനലി എനിക്ക് സാറ്റിസ്ഫൈ ആയി. 25,000 എനിക്ക് സന്തോഷമായിട്ട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ 2 ഫോണുകളാണിത്. നിങ്ങൾക്ക് പ്രിഫറൻസ് വെച്ചെടുക്കാം. ക്യാമറ കൂടുതൽ വേണ്ടവർക്ക് മോട്ടോയിലേക്ക് പോകാം, കുറച്ചുകൂടെ പെർഫോമൻസ് വേണ്ടവർക്ക് OnePlusലേക്ക് പോകാം. അങ്ങനെയാണ് നമുക്കിത് വേർതിരിച്ച് നിങ്ങൾക്ക് ഒരു ഡിസിഷനിലെത്താം. ഇതിനകത്ത് ഓവറോൾ ഒരു ഇഷ്യൂസ് എനിക്ക് തോന്നില്ല. പിന്നെ കേർവ്ഡ് ആയതുകൊണ്ട് പേഴ്സണലി ഞാൻ കേർവ്ഡ് എടുക്കത്തില്ല, കാരണം എനിക്ക് ചില്ല് പൊട്ടിക്കഴിഞ്ഞാൽ മുടക്കാനില്ല, അത്രേ ഉള്ളൂ. പക്ഷേ ലുക്കാണ് അത് വേറെ സംവിധാനം. അപ്പോൾ അങ്ങനെ കുറേ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യം വെച്ച് നിങ്ങൾക്ക് ഇത് ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റും. ബാക്കി ഓവറോൾ ഒന്നും പറയില്ല. ബിൽഡ് നൈസാണ്, കയ്യിൽ ഹോൾഡ് ചെയ്യാൻ നൈസാണ്, കവർ ഇട്ട് നല്ല നൈസാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഡിസ്പ്ലേ നൈസാണ്, ക്യാമറ നൈസാണ്, പെർഫോമൻസ് ഈസ് നോർമൽ യൂസറിന് അടിപൊളിയാണ്, ബാറ്ററി അടിപൊളിയാണ്, വേറെ ഒന്നും ചോദിക്കാനില്ല. അതാണ്. അപ്പോൾ ഓൾറൗണ്ടർ, പക്ക ഓൾറൗണ്ടറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി പ്രിഫറൻസ് നോക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മേടിക്കാം. ഫ്ലാറ്റ് സ്ക്രീൻ താല്പര്യപ്പെടുന്നവർ OnePlusലേക്ക് പോകാം, കുറച്ചുകൂടെ പെർഫോമൻസ്. പിന്നെ കേർവ്ഡ് താല്പര്യപ്പെടുന്നവരും കൂടുതൽ ക്യാമറ ബെറ്റർ നല്ലത് വേണമെന്ന്, കുറച്ചുകൂടെ ബാറ്ററി ഏറെക്കുറെ സെയിം ആണ്, കുറച്ചുകൂടെ ബെറ്റർ ഇതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ബാറ്ററിയുടെ കാര്യത്തിൽ. അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മോട്ടോയിലേക്ക് പോകാം. എന്തായാലും നിങ്ങൾക്ക് ഈ 2 ഫോണിൽ ഏതെടുത്താലും നിങ്ങൾക്ക് സങ്കടമൊന്നും ഉണ്ടാകത്തില്ല. കുറച്ചുകൂടെ സെറ്റപ്പ് വെച്ച് ഇതങ്ങ് എടുത്തോ കേട്ടോ, കൊള്ളാം. ഇതിൻ്റെ ഡിസ്പ്ലേ ആണ് നൈസാണ്, പക്ഷേ താഴെ വീഴുന്നതിൻ്റെ ഒരു സങ്കടമുള്ളൂ. എന്തായാലും കൂടുതലായിട്ടൊന്നും പറയില്ല. പുതിയൊരു വീഡിയോ എല്ലാവർക്കും